കാണികളുടെ നെഞ്ചെടുപ്പ് കൂടിയ IPLിലെ അവസാന ഓവർ ത്രില്ലറിൽ അവിശ്വസനീയ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് അക്സർ പട്ടേലിന്റെ ഡൽഹി ക്യാപിറ്റൽസ്. തങ്ങളുടെ മുൻ നായകൻ കൂടിയായ ഋഷഭ് പന്ത് നയിച്ച ലക്നൗ സൂപ്പർ ജയൻസിനെയാണ് DC ഞെട്ടിച്ചിരിക്കുന്നത്. ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറിമറിഞ്ഞ പോരാട്ടത്തിൽ ലക്നൗ തന്നെയായിരുന്നു പല ഘട്ടത്തിലും ഫേവറിറ്റ്. പക്ഷേ വിട്ടുകൊടുക്കാതെ അവസാനം വരെ ഇഞ്ചോടിഞ്ച് പൊരുതിയ DC സർപ്രൈസ് വിജയം നേടിയെടുക്കുകയായിരുന്നു. കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് കിങ്സിനൊപ്പം ഫിനിഷിംഗിൽ കസറിയ അശുതോഷ് ശർമ്മയാണ് ഇത്തവണ DCയിൽ ആദ്യ കളിയിൽ തന്നെ ഹീറോ ആയിരിക്കുന്നത്. ഏഴാമനായി ഇറങ്ങിയ അദ്ദേഹം 66 റൺസുമായി പുറത്താവാതെ നിന്നു. ഈ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സിന്റെ പേരിൽ കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടതും അശുതോഷ് തന്നെയാണ്. പക്ഷേ LSGയുടെ യഥാർത്ഥ വില്ലൻ അദ്ദേഹമാണെന്ന് ഉറപ്പിക്കാൻ വരട്ടെ. അത് യഥാർത്ഥത്തിൽ ലക്നൗ നായകൻ ഋഷഭ് പന്ത് തന്നെയാണ്. നിർണായകമായ അവസാനത്തെ ഓവറിലാണ് ലക്നൗ സൂപ്പർ ജയൻസിന്റെ പരാജയത്തിന് വഴിയൊരുക്കിയ വലിയ പിഴവ് ഋഷഭ് പന്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കളിയിൽ ജയം ലക്നൌവിനൊപ്പം നിന്നേനെ. ഒരു വിക്കറ്റ് മാത്രം ബാക്കി നിൽക്കെ അവസാനത്തെ ഓവറിൽ ഡൽഹി ക്യാപിറ്റൽസിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് 6 റൺസാണ്. കളി എങ്ങോട്ടും മാറാമെന്ന നിമിഷം 30 ബോളിൽ 60 റൺസുമായി അശുതോഷ് ശർമ്മയും റണ്ണൊന്നും എടുക്കാതെ പുതുതായി ക്രീസിലെത്തിയ മോഹിത് ശർമ്മയുമാണ് ക്രീസിൽ. 5 റൺസ് പ്രതിരോധിക്കാൻ സ്ലോ ബോളറായ ഷഹബാസ് അഹമ്മദിനെയാണ് ഋഷഭ് പന്ത് ഏൽപ്പിക്കുന്നത്. നേരത്തെ ഒരു ഓവറിൽ 15 റൺസ് വിട്ടുകൊടുത്ത ബൗളറാണ് അദ്ദേഹം. വിക്കറ്റുകളൊന്നും ലഭിച്ചതുമില്ല. എങ്കിലും ഷഹബാസിൽ ഋഷഭ് വിശ്വാസമർപ്പിച്ചു. മോഹിത് ശർമ്മയാണ് ഓവറിലെ ആദ്യത്തെ ബോളിൽ സ്ട്രൈക്ക് നേരിട്ടത്. ഈ ബോളിൽ തന്നെ വിക്കറ്റിനുള്ള സുവർണാവസരവും ഷഹബാസ് ഒരുക്കി നൽകി. മിഡിൽ സ്റ്റംപ് ലക്ഷ്യമിട്ട് ഒരു ഗുഡ് ലെങ്ത് ബോളാണ് അദ്ദേഹം എറിഞ്ഞത്. മോഹിത് ഇത് ഓൺ സൈഡിലേക്ക് കളിക്കാൻ ശ്രമിച്ചെങ്കിലും ടേൺ ചെയ്ത് പുറത്തേക്ക് പോയതോടെ കണക്ട് ആയില്ല. ഈ സമയത്ത് മോഹിത് ക്രീസിന്റെ പുറത്താണ് ഉണ്ടായിരുന്നത്. വിക്കറ്റിന് പിന്നിലുള്ള ഋഷഭിന് ഇത് പിടിച്ചെടുത്ത് സ്റ്റംപ് ചെയ്യുകയെന്ന ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. LSG 5 റൺസിന് ജയിക്കുകയും ചെയ്തേനെ. പക്ഷേ ബോൾ കയ്യിലൊതുക്കാനോ സ്റ്റംപ് ചെയ്യാനോ സാധിക്കാതെ ഋഷഭ് ദുരന്തമായി നോക്കി നിന്നു. ഇതോടെ മോഹിത്തിന് ക്രീസിലേക്ക് തിരികെ വരാൻ ഏറെ സമയം ലഭിച്ചു. ഈ സ്റ്റംപിംഗ് അവസരം ഋഷഭ് പന്ത് പാഴാക്കിയതാണ് കളി കൈവിട്ടതിന് പിന്നിലെന്ന് ഉറപ്പിച്ചു പറയാം. അടുത്ത ബോളിൽ സിംഗിൾ എടുത്ത മോഹിത് ശർമ്മ സ്ട്രൈക്ക് അശുതോഷിനെ കൈമാറുകയും ചെയ്തു. തൊട്ടടുത്ത ബോൾ സിക്സറിലേക്ക് പായിച്ച അദ്ദേഹം LSGയുടെ അന്തകനുമായി മാറി. കൈവളിയിലെത്തിയ വിജയം കൈവിട്ട് കളഞ്ഞതിന് ഋഷഭിന് സ്വയം പഴിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ.